കഴിഞ്ഞ രാത്രിയിലെ എൻ്റെ ഉറക്കം ഒരുമാതിരിയായിരുന്നു. മുത്തു വരുന്ന ദിവസമാണ്. അവനെങ്ങാനും ട്രെയിനിലെങ്ങാനും കിടന്ന് ഉറങ്ങുമോ, സ്റ്റേഷനിൽ ഇറങ്ങാതിരിക്കുമോ, എപ്പോഴാണ് സ്റ്റേഷനിലോട്ട് എത്തുന്നത്, ഇതൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുമായിരുന്നു. ഇടയ്ക്കെല്ലാം മുത്തിനെ വിളിച്ചുകൊണ്ടിരുന്നു. എറണാകുളമൊക്കെ കഴിഞ്ഞപ്പോഴും വിളിച്ചു. ഉറങ്ങരുതെന്നൊക്കെ ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് പേടിയായിരുന്നു കേട്ടോ, ലോക്കലിലാണ് വരുന്നതെന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര ഒരു അങ്കലാപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശബരിമല സീസൺ ആയതുകൊണ്ട് ട്രെയിനിലും KSRTCയിലും ഒക്കെ നല്ല തിരക്കായിരുന്നു. അതും ഒരു പേടിയുണ്ടായിരുന്നു എനിക്ക്, ഇനി ഇങ്ങ് വരെ നിൽക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാനൊക്കെ പറ്റി. അപ്പോൾ വന്നു ഞാൻ, ഒരു ചായയൊക്കെ ഇട്ടു, മുത്തുകുളിയൊക്കെ കഴിഞ്ഞ് വന്നു. മോനുകുട്ടനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, നല്ല സുഖം ഉറക്കമാണ്. എനിക്കാണെങ്കിൽ അവൻ വന്നു കഴിഞ്ഞപ്പം കണ്ണടഞ്ഞടഞ്ഞ് വരുക. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം കാര്യം പറഞ്ഞ് അടുക്കളയിൽ ഇരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പിന്നെയും പോയി കിടന്ന്. പിന്നെ എഴുന്നേറ്റപ്പോൾ ഒരു നേരമായി. അപ്പോഴേക്കും മോനുകുട്ടനും എഴുന്നേറ്റ് വന്നു. മുത്ത് ആ സമയത്ത് നല്ല ഉറക്കത്തിലായി. അപ്പോൾ അച്ചാച്ചനെ കണ്ടപ്പം മോനുകുട്ടൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയൊക്കെയായിരുന്നു. അവൻ എന്താണ്, എവിടെ നിന്നാണ് ഇത്രയും നാണം വന്നതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അച്ചാച്ചൻ്റെ അടുക്ക പോകാനും അച്ചാച്ചനെ വിളിക്കാനും ഒക്കെ അവന് നാണമായിരുന്നു. ഇവിടെ ഇരുന്ന് ഫോണിലൂടെ ഇങ്ങോട്ട് വാ, എന്നാ വരുന്നതെന്നൊക്കെ ചോദിച്ച് അവനെ ചീത്ത വിളിക്കുന്നതിനൊന്നും ഒരു നാണക്കേടും ഇല്ലായിരുന്നു. ഇപ്പം അവനെ കണ്ടപ്പം ഇവിടുന്ന് എവിടുന്നോ പൊട്ടിമുളച്ച ഒരു നാണം. രാവിലെ കഴിക്കാൻ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങറിയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ഉണ്ടാക്കി. മോനുകുട്ടൻ ഇന്ന് ലാസ്റ്റ് എക്സാമാണ്, അപ്പോൾ സ്കൂളിൽ പോകണം. 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരുടെ വട്ടം കൂടിയിരുന്ന് കഴിച്ചു. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോനുകുട്ടന് സ്കൂളിൽ പോകാൻ സമയമായി, അവൻ റെഡിയായി. ഇന്നും കൂടി സ്കൂളിൽ പോയാൽ മതി എന്നുള്ള ഒരു സന്തോഷത്തിലാണ് മോനുകുട്ടൻ ഇരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മേളം വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. മോനുകുട്ടൻ റെഡിയായി നിൽക്കുവാണ്, ഓട്ടോ വരാറായി. ഇന്ന് ലാസ്റ്റ് എക്സാം, നാളെ ക്രിസ്മസ് പ്രോഗ്രാം. അതുകൂടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് മേളത്തിന് തുടക്കം കുറിക്കും.